ഞാനേ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തമണ്ണയിലാണുള്ളത്. ഇത് കണ്ടിട്ട് ബേജാറാവാനൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഉറക്കത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ECG ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന മാതിരി കുറച്ച് വയറും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഒരു സിസ്റ്റമായിട്ട് എന്നെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കിടന്നുറങ്ങും, അവിടെ CCTVയിൽ ഇത് വാച്ച് ചെയ്യും എൻ്റെ ഉറക്കം എങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മൾ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഉറക്കമാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് വരെയും ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൂർക്കം വലി എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു പരിപാടിയല്ല, അത് ഭയങ്കര ഡേഞ്ചറസും കൂടിയാണ്. അതുപോലെ തന്നെ ഉറക്കത്തിൽ നമുക്ക് എത്രത്തോളം ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്, നമ്മുടെ ആന്തരികാവയവങ്ങൾ ഈ ഉറക്കത്തിൽ സുഗമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അതിന് വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ സംഗതിയും സ്ലീപ്പ് സ്റ്റഡി എന്നാണ് പറയുക. ഇത് നമ്മുടെ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ സ്ലീപ്പ് ലാബിൽ ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ് കൂടിയാണ്. ഇനി ഇവരെ എന്നെ 8 മണിക്കൂർ കിടത്തി ഉറക്കും. ഈ ഉറക്കത്തിലുള്ള എൻ്റെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഈ ഒരു സിസ്റ്റം ത്രൂ നേരെ അവരുടെ സിസ്റ്റത്തിലേക്ക് ബ്ലൂടൂത്ത് വഴി എല്ലാവിധ പ്രശ്നങ്ങളും അത് A to Z റിപ്പോർട്ടായിട്ട് സംഭവം വരും. അത് നാളെ നേരിട്ട് ഡോക്ടറിനെ കാണുകയും ചെയ്യും. അപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ്, മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട്. അപ്പം നാളെ ഇതിൻ്റെ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഉറങ്ങട്ടെ, ബൈ. ഡോക്ടറെ അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ ഡോക്ടറെ? അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ടീമും എല്ലാവരും കൂടി ചേർത്തിട്ട് ഇന്നലെ എന്നെ അങ്ങോട്ട് കിടത്തി ഉറക്കി എന്ന് പറയാ. ഉറങ്ങിയതിന്റെ റിപ്പോർട്ടാണ്. ഇതിന്റെ വിവരം എന്താണെന്നുള്ളത് എനിക്കറിയുന്ന ആ ഒരു അതേ ആങ്സൈറ്റി നമ്മുടെ പ്രേക്ഷകർക്കും ഉണ്ടാവും. അപ്പൊ ഇത് എന്താണ് ഏതാണെന്നുള്ള വിവരം ഒന്ന് പറയാം. നമുക്ക് നോക്കാം. അപ്പൊ മോയിനൊക്കെ നിങ്ങളെ ഉറക്കത്തില് നല്ല രീതിയിൽ സ്ലീപ്പ് ബ്രേക്ക് ആയിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഒരു മണിക്കൂറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 7 മണിക്കൂർ ഉറങ്ങി എന്ന് പറഞ്ഞല്ലോ, അതിൽ ഓരോ മണിക്കൂറിലും 40-ലധികം തവണ നമ്മൾ ഉറക്കം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ലീപ്പ് ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. അതിന്റെ കൂടെ 40 തവണ മുകളിലായിട്ട് 41.5 എന്ന് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ അതായത് ഇതില് ഒരു മണിക്കൂറിൽ തന്നെ 40-ലധികം തവണ നമുക്ക് ഉറക്കത്തില് ശ്വാസം നിന്ന് പോയിട്ടുണ്ട്. 40 തവണ ഒരു മണിക്കൂറിലാണിത്. അപ്പൊ നമ്മളിപ്പോ ഒരു 7 മണിക്കൂർ ഉറങ്ങിയാൽ പോലും 40-ലധികം തവണ ഓരോ മണിക്കൂറിലും നമ്മൾ സ്ലീപ്പ് ഇങ്ങനെ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു റിസ്റ്റോറേറ്റീവ് സ്ലീപ്പ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമുക്കിത് കിട്ടുന്നില്ല. പിന്നെ അതിന്റെ കൂടെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യങ്ങൾക്ക് ഓക്സിജന്റെ ഡെഫിഷ്യൻസി, അഥവാ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഫുൾ ടൈം നമ്മൾ ഫിംഗറിൽ പൾസ് ഓക്സിമീറ്റർ വെക്കുമല്ലോ, അത് നോക്കുന്നത് ഓക്സിജൻ ലെവൽസാണ്. അപ്പം നമ്മൾ ഓക്സിജൻ ലെവൽസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉറക്കത്തിൽ ഇന്നലെ ഉറങ്ങിയപ്പോൾ 76% താഴ്ന്നു വന്നിട്ടുണ്ട് ഈ ഇന്നലെ ഉറങ്ങിയതിൽ. അപ്പോൾ 76 മീൻസ് നോർമലി നമ്മളിപ്പോൾ ഒരാളുടെ ഫിംഗറിൽ പൾസ് ഓക്സിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ 98% to 100% ആണ് നോർമലി ഒരാളുടെ ഫിംഗറിൽ പൾസ് ഓക്സിമീറ്റർ ഓക്സിജൻ ലെവൽസ് കാണിക്കേണ്ടത്. സ്ലീപ്പിലും യൂഷ്വലി ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാറ്. പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചൊരു ആളുടെ കേസിൽ, നിങ്ങൾക്ക് കേസിൽ നോക്കുമ്പോൾ 76% വളരെ ലോ ആയിട്ടാണ് ഓക്സിജൻ ലെവൽസ് താഴുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. കാരണം ഈ ഓക്സിജൻ ലെവൽസ് താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ കൂടുക, ഇൻഫ്ലമേഷൻ കൂടുക, ഹാർട്ടിലേക്കുള്ള ഇൻഫ്ലമേഷൻ കൂടുക, കാർഡിയാക് പ്രോബ്ലംസ്, സ്ട്രോക്ക്, അറ്റാക്ക്, അങ്ങനെയുള്ള പല മേജർ ആയിട്ടുള്ള പ്രോബ്ലംസും ഇത് കാരണം ഉണ്ടാവും, ചാൻസ് ഉണ്ട്. അതുപോലെ ഇപ്പൊ BP ഉള്ളവരാണെങ്കിൽ BP അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുക, എപ്പോഴും BP ഉയർന്നിട്ട് തന്നെ നിൽക്കുക. എനിക്ക് പ്രശ്നമുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ മേ ബി ഇതിന്റെ ഭാഗമായിട്ടാവും നിങ്ങൾ ആ BP നോർമൽ ആവാത്തത്. ഈ അടുത്താണ് അത് കണ്ടു തുടങ്ങിയത് അല്ലേ? റെസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷന്റെ ഒരു റീസൺ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയാണ്. അതുപോലെ തന്നെ ഡയബറ്റിസും കൺട്രോൾ ആവാത്ത, ഒരു പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഡയബറ്റിക് ക്യാപിറ്റലാണ്, അതിൽ കേരളമാണ് മുമ്പിൽ. അതിൽ തന്നെ ഒരു 60% ആളുകൾക്കും ഈ അസുഖം ഉണ്ടെന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. ഭാഗ്യത്തിന് 60% ഡയബറ്റിക് ഇല്ല, അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു പ്രോബ്ലം വെച്ചാൽ പലരിലും മലന്ന് കിടക്കുന്നവർക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളെ ബോഡി മാസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ, അതായത് വെയിറ്റും ഹൈറ്റും നോക്കുകയാണെങ്കിൽ BMI 36 നോർമലി നമ്മൾ ഒബീസിറ്റി ക്ലാസ് 2 ഒബീസിറ്റിയിലാണ് ഇപ്പൊ നിങ്ങളെ BMI വരുന്നത്, അതായത് പൊണ്ണത്തടി എന്നാണ് വരുന്നത്.
അപ്പം ഇങ്ങനെയുള്ളവർക്ക് പൊതുവെ ഈ ഒരു തൊണ്ടയിലുള്ള ഭാഗത്ത് നമുക്ക് വിസ്തീർണം കുറവായിരിക്കും അകത്ത്. അപ്പം അത് കാരണം നമുക്ക് എന്ത് ചെയ്യും, ഉറങ്ങുന്ന സമയത്ത് ശ്വാസോച്ഛ്വാസം ശരിക്ക് നടക്കണില്ല, അവിടെ സ്പേസ് കുറവാണ്. ആ സ്പേസ് കുറയുമ്പോൾ നമുക്ക് മലന്ന് കിടക്കുന്ന സമയത്ത് ഒന്നും കൂടെ സ്പേസ് കൺസ്ട്രിക്റ്റ് ആയി പോകും. പ്രത്യേകിച്ചും ഈ നാവ് വലുതായുള്ള ആളുകൾക്ക്, അതുപോലെ ജോയിന്റെ അബ്നോർമാലിറ്റി ഉള്ളവർക്ക്, ജോ ഉള്ളിലേക്ക് പോയവരിൽ. അപ്പം നമ്മൾ മലന്ന് തന്നെ കിടക്കുന്നവരിൽ ഈ ബ്രീത് ചെയ്യുന്ന സമയത്ത് ടങ് ബാക്കിൽ പോയി ഒബ്സ്ട്രക്ട് ചെയ്തു പോകും. അപ്പോൾ ആ ഒബ്സ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്താണ് നമുക്ക് ഈ സ്നോറിങ് അഥവാ കൂർക്കം വലി ഉണ്ടാവുന്നത്. നോർമലി കൂർക്കം വലി ഒരു പ്രോബ്ലം അല്ല, പക്ഷെ നോർമൽ ഏതാ അബ്നോർമൽ ഏതാന്ന് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇടക്ക് നമുക്ക് ശ്വാസം നിൽക്കുക, ഇതൊരു അബ്നോർമൽ സൈനാണ്. നോർമൽ കൂർക്കം വലി ത്രൂ ഔട്ട് നൈറ്റ് ഉണ്ടാവുക ഉറങ്ങുന്ന ആളുകൾക്ക്. അത് മേ ബി നോർമൽ ആയിരിക്കാം, അബ്നോർമൽ ആയിരിക്കാം. ഡെഫിനറ്റ്ലി പറയണമെങ്കിൽ നമുക്ക് ഈ സ്റ്റഡി ചെയ്താൽ തന്നെ പറ്റുള്ളൂ. ചില സിംറ്റംസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങുന്ന സമയത്ത് ശ്വാസം നിൽക്കുക, ചില സെക്കൻഡുകൾക്കായിരിക്കും നിൽക്കുക, അല്ലെങ്കിൽ ഉറക്കത്തിന് ശ്വാസം കിട്ടാതെ ഇനി പെടയുക. ഇങ്ങനെയുള്ളതൊക്കെ നമുക്കൊരു അബ്നോർമൽ പ്രോബ്ലം ആണ്. അങ്ങനെയൊക്കെ എനിക്ക് വരലുണ്ട്. ഇന്നലെ ഞാൻ അപ്പൊ അതൊക്കെ അതിന്റെ ഒരു ലക്ഷണത്തിൽ പെട്ടതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. അതായത് ഈ തടസ്സം കൊണ്ടുണ്ടാവുന്ന സ്ലീപ്പ് ആപ്നിയയിൽ പെടുന്ന ലക്ഷണങ്ങളാണ് ഇതൊക്കെ. ശ്വാസം കിട്ടാതെ നമ്മൾ പെടയും. അപ്പൊ ഇത് നമ്മൾ പക്ഷെ മലന്ന് കിടക്കാൻ കഴിയില്ല ഡോക്ടർ. അപ്പൊ നിങ്ങൾ റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്, നിങ്ങൾ ചെരിഞ്ഞ് ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞും കിടന്നിട്ടുണ്ട്, മലന്നും കിടന്നിട്ടുണ്ട്. രണ്ട് സമയത്തും നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പൊസിഷണൽ സ്ലീപ്പ് ആപ്നിയ എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അതായത് മലന്ന് കിടക്കുമ്പോൾ മാത്രം ഈ തടസ്സപ്പെട്ടിട്ട് ഓക്സിജന്റെ ലെവൽസ് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ അപ്നിയ, അതാണ് ഉറക്കത്തിൽ ശ്വാസം നിൽക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് സമയത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്യുവർലി പൊസിഷണൽ അല്ല. പ്യുവർലി പൊസിഷണൽ ആണെങ്കിൽ നമുക്ക് ചെരിഞ്ഞ് കിടക്കാം. അപ്പോൾ ചില കുറുക്കു വിദ്യകളൊക്കെ ഉണ്ട്, നമ്മൾ പറയാറുണ്ട്. ചില ടെന്നീസ് ബോളൊക്കെ പുറകിൽ വെച്ചിട്ട് കിടക്കുക, അപ്പോൾ മലന്ന് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾ ചെരിയും. അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു ടെക്നിക്കാണ്. പക്ഷെ നിങ്ങളുടെ കേസിൽ അത് പറ്റില്ല. നമുക്ക് എന്തായാലും ട്രീറ്റ്മെൻറ്റ് നിർബന്ധമാണ്. പിന്നെ ഉള്ള ഒരു കേസ് നമുക്ക് ഇതിൽ നോക്കുന്നത് ഹാർട്ട് റേറ്റിൻ്റെ വേരിയബിലിറ്റിയാണ്. അപ്പോൾ ഈ ഹാർട്ട് റേറ്റ് നമുക്ക് ഈ ഉറങ്ങുന്ന സമയത്ത് വല്ലാതെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, അറ്റാക്ക് പോലുള്ള പ്രോബ്ലംസ്, അറിത്മിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പം എസ്പെഷ്യലി ഓക്സിജൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, ഓക്സിജൻ്റെ ഹൈപ്പോക്സിയ എന്ന് പറയും, ഓക്സിജൻ കുറയുന്നവർക്ക്, നമുക്കത് ഓൾറെഡി ഉണ്ട്, അതും ഒരു പ്രശ്നമാണ്. അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ചാർട്ടുകൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഗ്രീൻ സിഗ്നൽ നമ്മൾ കാണുന്നത് ഫുള്ളായിട്ട് ത്രൂ ഔട്ട് നൈറ്റ് ഉള്ള സ്നോറിങ്ങിന്റെ ഒരു ഇതാണ്. അതിനെ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ ഫുൾ ഗ്രാഫ് എടുത്താൽ ഇത് ഫുള്ളായിട്ട് തന്നെ കിട്ടും. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഫ്ലോ ലിമിറ്റേഷനും ഉണ്ട്. അതായത് ഉറങ്ങണത്തിലുള്ള ഫ്ലോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറയുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ഇതൊക്കെ ആ ഗ്രാഫിൽ പെട്ടതാണ്. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇതൊക്കെ അതിന്റെ കുറച്ച് ഗ്രാഫ് കട്ട് ചെയ്തിട്ട് നമ്മളിതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രത്തിൽ ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു സിവിയർ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയണം. അതായത് സിവിയർ ഗ്രേഡ് ആണ്. അത് ട്രീറ്റ്മെന്റ് നിർബന്ധമാണ്. എസ്പെഷ്യലി BP ഉണ്ട്, വെയിറ്റ് ഉണ്ട്, അപ്പോൾ ഡയബറ്റീസ് ഇതുവരെ ഇല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഓക്സിജൻ ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ട്, ഹൈപ്പോക്സിയ എന്ന് പറയും, അത് നല്ലോണം ഉണ്ട്. അല്ല ഡോക്ടറെ, എൻ്റെ ഉറക്കത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ആ ഒരു മെഷീനിൽ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുന്നതാണ് അല്ലേ? ഇതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അതാണ് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് വളരെയധികം, നമുക്കൊരു ലെവൽ 1 സ്ലീപ്പ് ലാബാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇവിടെ വീഡിയോ അടക്കമുള്ള റെക്കോർഡിംഗ് ഉള്ള ഒരു ഫെസിലിറ്റിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്കൊരു 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങാന്ന് പറയുന്നുണ്ടല്ലോ. ആ 8 മണിക്കൂർ എന്താ നടക്കണെന്നുള്ളത് നമ്മൾ അറിയില്ല. പക്ഷെ അറിഞ്ഞു വരുന്ന സമയത്ത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർ ഇഷ്ടംപോലെ പേരുണ്ടാവും. ഇത് ഈ കൂർക്കം വലിയും ഉറക്കത്തിൽ ഡിസ്റ്റർബ്, അവർക്കൊക്കെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് ചെയ്യാവുന്ന? ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഏതുപോലുള്ള ആളുകളാണ് ഇവിടെ ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത്? നിർബന്ധമായും ചെയ്യേണ്ടത്? നിർബന്ധമായിട്ടെന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൂർക്കം വലി ഒരു ഇവാലുവേഷൻ എന്നുള്ള നിലയ്ക്കാണ് പലരും വന്ന് നമ്മളോട് കംപ്ലൈന്റ് പറയാറ്. പിന്നെ ഒരുപക്ഷെ അവരായിട്ട് വരുന്നവരാവാം, അല്ലെങ്കിൽ അവരെ പാർട്ട്നേഴ്സ്, വൈഫ്, അല്ലെങ്കിൽ അവരെ ബ്രദർ, സിസ്റ്റർ, ഫ്രണ്ട്, അല്ലെങ്കിൽ റൂംമേറ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർ നമ്മളോട് പറയാറ്. ഇന്ന ആൾക്ക് ഭയങ്കര കൂർക്കം വലിയാണ്, ഇടക്ക് എണീക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കും, നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലവേദന ഉണ്ടോ, അല്ലെങ്കിൽ എപ്പോഴും ഉറക്കം വരുന്നുണ്ടോ, അറിയാതെ ഇരുന്ന് ഉറങ്ങിപ്പോകാറുണ്ടോ. മെയിനായിട്ട് വേറൊരു ഇതൊരു പ്രധാന പ്രോബ്ലം വെച്ചാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ
നമുക്ക് ഉറക്കം വരിക. അതൊരു ആക്സിഡൻറ്റിലേക്ക് പോകുന്ന കേസുകളാണ്. നമ്മൾ തന്നെ ഒരുപാട് പേഷ്യൻസ് ആക്സിഡൻറ്റിന് ശേഷം സ്ലീപ്പ് സ്റ്റഡി ചെയ്യാൻ വന്നവരുണ്ട്. അതവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് അത്രയും ഒരു പ്രധാനമായിട്ടുള്ള ഇപ്പോൾ ഡ്രങ്കൻ ഡ്രൈവിംഗ് പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്ലീപ്പ് ആപ്നിയ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്ന പോലെയാണ് ഈ ഒരു അസുഖം വന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ കൂടെ കിടക്കണവര് തുടക്കത്തിൽ അവർക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പിന്നെ അത് അങ്ങനെ ശീലായി യൂഷ്വലാവും. നമ്മൾ എല്ലാവരും പറയും എന്റെ പെണ്ണുങ്ങൾക്ക് എന്റെ കൂർക്കം കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരൂല എന്നുള്ളത്. പക്ഷെ അവരെ ചോദിക്കേണ്ടി വരും ആ പ്രശ്നം എന്താണ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റൂമിൽ ആരെങ്കിലും ഷെയർ ചെയ്ത് കിടന്നുറങ്ങേണ്ട അവസ്ഥ വരുമ്പോഴോ, പ്രത്യേകിച്ച് പ്രവാസികൾ, ഞാൻ പ്രവാസികളിൽ 8 പേരും 10 പേരും ഉള്ള റൂമിലൊക്കെ താമസിച്ചിട്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ കൂർക്കം വലിയെ പറ്റിയിട്ട് അയാൾ പോയതിന് ശേഷം തമ്മിൽ പറയും, എന്നാൽ ആ ചങ്ങായിന്റെ വലി കാരണം ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർ പ്രവാസികളായിട്ടുള്ള ഓരോരുത്തർക്കും അനുഭവമാണ്. ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, എന്നെ പറ്റി പറഞ്ഞവരും ഉണ്ട്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മനഃപൂർവ്വം ചെയ്യണതല്ല. പക്ഷെ ഈ ഒരു സാധനം കൂർക്കം വലി എന്നുള്ളത്, ഇപ്പൊ ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പെങ്ങൾ പറയും, അടാ കണ്ണ അങ്ങനെ വിളിക്കുക, നീ എന്താ ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നത്, ഇന്നലെ വന്നപ്പോ നീ എമ്മോര് കൂർക്കം വലിച്ചിട്ട് ഉറങ്ങിക്കണ അറിയാം. പെങ്ങളുടെ ധാരണയിൽ എന്താണെന്ന് വെച്ചാൽ കൂർക്കം വലിച്ച് ഉറങ്ങാന്ന് ഉറങ്ങുക. ആ ഒരു ധാരണയായിരുന്നു ഇവിടെ സ്ലീപ്പ് സ്റ്റഡിക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ എനിക്കുണ്ടായിരുന്നു. ആ ധാരണ മതി. കൂർക്കം വലി എന്നുള്ളത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഡോക്ടർ, ഇന്നലെ ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ കൂടി വെച്ച് പിടിപ്പിച്ചിട്ട് ചന്ദ്രനിൽ പോകുന്ന ആണമാരി ആക്കിയിട്ടുണ്ടായിരുന്നു തന്നെ. പക്ഷെ ഞാനൊരു 2-2:15 ആകുമ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എണീറ്റ് പോയി. അതോടെ തന്നെ പോയി യൂറിൻ പാസ് ചെയ്ത് വന്ന് അങ്ങനെ വന്ന് കിടക്കുകയും ചെയ്ത്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുമല്ലോ. അപ്പൊ സൈഡിൽ വലിയൊരു മെഷീനും കുറെ വയറുകളും ചുറ്റിക്കെട്ടലും ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ ഒരു സംഭവം വന്നുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നമുക്കൊരു അഡ്വാൻസ്ഡ് ഡിവൈസ് ആണ്. നമുക്കുള്ളത് ഒരു ലെവൽ 1 സ്ലീപ്പ് ലാബ് തന്നെയാണ് ഇവിടെ ഉള്ളത്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളത്. അപ്പൊ നമുക്ക് പേഷ്യന്റിന് വയേഴ്സിന്റെ എണ്ണവും വളരെയധികം കുറവായിരിക്കും. പിന്നെ നമുക്ക് ഇതുപോലെ സ്വന്തമായിട്ട് അവര് വേറെ ഹെൽപ്പ് ഇല്ലാതെ ഇപ്പൊ ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ പോലും അവരെ പോലും ഡിസ്റ്റർബ് ചെയ്യാതെ വേണമെങ്കിൽ എണീറ്റ് തൊട്ടടുത്തുള്ള നമ്മുടെ റൂമിലുള്ള ടോയ്ലറ്റിലേക്ക് നിങ്ങൾ പോയാൽ പോലെ. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഡിവൈസിൽ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ അനാലിസിസും ഇതിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഡാറ്റ കംപ്ലീറ്റ്ലി നമുക്ക് നിങ്ങളെ ഫുൾ ഡാറ്റ നമുക്ക് ഇന്നലത്തെ സ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയത്. ഓക്കെ. അപ്പൊ ഡോക്ടറെ, എന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇപ്പൊ എനിക്കൊരു ചികിത്സ അനിവാര്യമാണെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും ആ ചികിത്സ? ഇതിന് ചികിത്സ എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു CPAP എന്നുള്ളൊരു ഡിവൈസാണ്. അതായത് പോസിറ്റീവ് എയർവേ പ്രഷർ, കണ്ടിന്യൂ പോസിറ്റീവ് എയർവേ പ്രഷർ ഡിവൈസ് എന്നുള്ളൊരു ഡിവൈസ് നമ്മൾ ഒരു ഓറോഫേഷ്യൽ മാസ്ക്, നേസൽ മാസ്ക് പ്ലസ് ഫേഷ്യൽ മാസ്ക് ഒന്നിച്ചുള്ള ഒരു മാസ്കിലൂടെ ഒരു പ്രഷർ നമുക്ക് ഡെലിവർ ചെയ്യും. ആ ഡെലിവർ ചെയ്യുന്ന പ്രഷർ നമുക്ക് ഇവിടെയുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്തിട്ട് നോർമൽ ബ്രീത്തിങ് സഹായിക്കും. അതിനോട് തന്നെ കൂർക്കം വലി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പം നമുക്ക് നോർമൽ ബ്രീത്തിങ് വന്നാൽ തന്നെ നമുക്ക് കൂർക്കം വലി ഇല്ലാഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒരു നൈറ്റ് തന്നെ സോൾവ് ആവും. ഒറ്റ നൈറ്റിൽ തന്നെ നമ്മൾ ഈ ഇത്രയും പ്രശ്നങ്ങൾ സോൾവ് ആവും. പക്ഷെ അത് ഉറക്കം നമുക്ക് എന്നും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിവൈസിന്റെ ഈ ഉപയോഗം എന്നും വേണം. കാരണം ഇതൊരു പെർമനന്റ് ആയിട്ടുള്ളൊരു ക്യൂർ നമുക്കില്ല. ഇത് നമുക്ക് ഈ ഡിവൈസിലൂടെ നമുക്കിത് ട്രീറ്റ് ചെയ്ത് പോകാനാണ് നമുക്ക് സാധിക്കുക. അതിനൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. വെയിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 5 to 10% വെയിറ്റ് ലോസ്. പിന്നെ യൂഷ്വലി നമ്മൾ പറയാറുള്ളത് ആൽക്കഹോൾ ഡിപ്പെൻഡൻസി ഉള്ളവർ, അഥവാ വെള്ളമടിക്കുന്നവർ, അവരുള്ളവർക്ക് നമ്മൾ യൂഷ്വലി നൈറ്റ് ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യണം. ഒരു 3 to 4 hours ബിഫോർ സ്ലീപ്പ് ഡെഫിനറ്റ്ലി അത് ഒഴിവാക്കണം. കാരണം ഇത് നമുക്ക് ഈ മസിൽസിനൊക്കെ വല്ലാതെ റിലാക്സ് ചെയ്യുന്നതാണ് ആൽക്കഹോൾ. അപ്പോൾ ഈ പറഞ്ഞ ത്രോട്ട് മസിൽസ് ഇതൊക്കെ വല്ലാതെ റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ അതൊക്കെ കംപ്രസ്ഡ് ആയിട്ട് ഈ സ്ലീപ്പ് ആപ്നിയെ വീണ്ടും അഗ്രവേറ്റ് ചെയ്യും. അതുപോലെ സ്മോക്കിങ്, അത് നമ്മുടെ ഇവിടെ ഉള്ള എയർവേ, അതായത് ശ്വാസകോശലിനുള്ള നീർക്കെട്ട് കൂട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം ചെയ്യേണ്ടത്. പിന്നെ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഉദാഹരണം. അപ്പോൾ ഡോക്ടറെ, താങ്ക് യു വെരി മച്ച്. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഡോക്ടർ മുഹമ്മദ് ഇസുദ്ദീൻ ഇർഷാദ് എന്നുള്ള ഡോക്ടറാണ്, പൾമനോളജിസ്റ്റ് ആണ്. നമ്മുടെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ എന്താണെന്നും നമ്മുടെ ശരീരം എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു എന്നുള്ളതും നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഫുൾ റിപ്പോർട്ട് നമുക്ക് കിട്ടും. ജസ്റ്റ് വന്നിട്ട് നിങ്ങൾ ഒന്ന് സ്ലീപ്പ് സ്റ്റഡി നടത്തുക. എന്നതിന് ശേഷം നിങ്ങളുടെ ഉറക്കം സുഖമായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെറ്റാണ്. അതിനുള്ള വലിയൊരു ഉദാഹരണമാണ് ഞാൻ. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.